ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻട്രോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ഇന്നാണ് അതിൻ്റെ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ പോയത്. അപ്പോൾ നിങ്ങൾ നേരെ പോയി ആ വീഡിയോ ആദ്യം കണ്ടിട്ട് വാ. സ്പോട്ട് തന്നെയാണ്. ലൊക്കേഷൻ ഞാൻ കൊടുത്തിരിക്കാം. കാഴ്ചകളെല്ലാം ഇവിടെ നിങ്ങൾ വരണം, വരാതെ പോകരുത്. ഗൈസ് ഇത് കയറി പോകണം. ഗൈസ് ഹായ് പറ, നല്ലൊരു ഹായ് പറ. ഗൈസ് ഇവിടെ ആറ് ഇവിടെ അടുത്താണ്. ഇവിടെ കുളിക്കാനൊക്കെ പറ്റും. നമ്മളിപ്പോൾ ഇറങ്ങും. ഗൈസ് വെള്ളച്ചാട്ടത്തിന് അടുത്ത് എത്താറായി. ഗൈസ് ഇഷ്ടായി. അവിടെ കണ്ട അരി പോലെ ഇവിടെയുണ്ട്. ഗൈസാണ് ചേട്ടൻ. ഹലോ. കാഴ്ചകളെല്ലാം കാണിച്ചു തരാം. ഒരു ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. ഇന്നലെ പറയാനുണ്ടോ? ഓ കൊള്ളാം, മനോഹരമായി ആക്കിനെ പറയാൻ പറ്റും. മനോഹരമായ സ്പോട്ട് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കുളിക്കിറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കുളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയാണ്. ബൈ ബൈ. വെള്ളത്തിലാണ്. ഇതാണ് ചേച്ചി ചേട്ടനും. പോലീസ് സാധനമാണ്, കാണിച്ചു തരാം. നിങ്ങൾ വരേണ്ട ഒരു സ്പോട്ടാണ്. ഇവിടെ വെള്ള സ്പോട്ട് തന്നെയാണ്. നിങ്ങൾ വരണം, കാണണം. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്പോട്ടാണ്. ലൊക്കേഷൻ നമ്മൾ തെന്മലയിൽ നിന്ന് ഇന്നലൂര് പോകുന്ന റൂട്ടിൽ ഒരു 3 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പം ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അവിടെ നിന്ന് ഒരു ഗ്രീൻ കളർ, ഇട സൈഡിൽ ഗ്രീൻ കളർ ആർച്ചുണ്ട്. ആർച്ചിനകത്ത് കയറി വണ്ടി ഒതുക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഇങ്ങനെ നടന്നു വരണം. കുറച്ചൊരു 50 മീറ്റർ അകത്ത് കയറുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിച്ച് നടന്നു വരുമ്പോൾ ഓക്കെയാണ്. ഗൈസ് അപ്പം ഞാൻ ഇതിൻ്റെ വീഡിയോ ഉള്ളിരുന്നായിരിക്കും. നിങ്ങൾ കയറി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഗൈസ് ഇവിടെ ഫുള്ള് കാടാണ്. ഗൈസ് എന്ന് വെച്ചാൽ മലയോര മേഖലയാണ്. അപ്പോൾ ഇവിടെ പുലി, ആന, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇറങ്ങും. ഇല്ല, ഞാൻ കാണുന്ന ഭാഗത്താണ് ആനയും. എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കണമെന്നില്ല, ആനയും എല്ലാ മൃഗങ്ങളും വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്പോട്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇവിടെ വരണം. ലൊക്കേഷൻ ഞാൻ എന്തായാലും പറയും, പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഇതാണ് തെന്മല ഡാം എൻട്രി. പക്ഷെ നമ്മളത് കയറാൻ വേണ്ടി നിൽക്കില്ല. നിങ്ങൾ ആ വ്യൂ നോക്കി. ഇതാണ് എർത്ത് ഡാം. അതാണ് ഗൈസ് എൻട്രി. അപ്പം ഫാമിലിയിൽ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ ചവിട്ടിപ്പൊളിയായിട്ട് ഇറങ്ങിയതാണ് ഗൈസ്. ആര് ചേട്ടാ? ബ്രിട്ടീഷുകാരാ ഈ ഡാമാ? സ്പോട്ടുകളില്ലേ ഇതേപോലെ കയറി കാണാൻ വേണ്ടി? ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇതൊന്ന് അടുത്ത വേറെ അത് അവിടെ കണ്ട നമ്മൾ സ്പോട്ട് ഏതാ? തെന്മല ഉണ്ട്. ഇതേത് ഇലക്ട്രിക്? ഗൈസ് ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഇത് ടിക്കറ്റ് എടുക്കേണ്ടി വരുമോ ബോട്ട് ചെയ്യണമെങ്കിൽ? കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ടിക്കറ്റിന്റെ ഈ പ്രൈസൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയാണെന്ന്. കൊട്ടവഞ്ചി 4 പേർക്ക് 500 രൂപ. ബോട്ടിനാണെങ്കിൽ 2000 രൂപ 8 പേർക്ക് അരമണിക്കൂർ. കൊട്ടവഞ്ചി 20 മിനിറ്റ് 500 രൂപ. ഓ ഗൈസ് കയറേണ്ട സ്പോട്ട് ഇതാണ്. ഈ കുട്ടവഞ്ചി എന്ന് പറയുന്നത് ഇതിനെയാണ് ഗൈസ് കുട്ടവഞ്ചി എന്ന് പറയുന്നത്. ഇതിൽ കയറണമെങ്കിലുള്ള പ്രൈസും അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നേരെ കണ്ടു നോക്കണം. പോകും
വാതിൽ ഉറപ്പിന് കയറി എടുക്കാം. തിരിച്ച് കടക്കുകയാണ് ഗൈസ്. നമ്മൾ രാമേന്ദ്രക്കകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. ഇനി നേരെ പാൻ്റ് എടുക്കുന്ന സെക്ഷനിൽ പോകണം. കൊച്ചിനും മാമനും ഡ്രസ്സ് എടുക്കും അല്ലേ. എഫ്സിയുടെ കഴിഞ്ഞു കഴിച്ചിറങ്ങി. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി നേരെ വീട്ടിലോട്ട്. പാട്ടിൽ നമ്മൾ അവിടെ എത്തും. അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര നിർത്തുകയാണ്. അപ്പൊ ഗായ്സ് നമ്മൾ വൈൻഡപ്പാക്കാണ് ഗായ്സ്. ഈ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പം കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ബൈ ബൈ. അറിയാലോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഒരു അടിച്ചു അമർത്തുക. എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോ അടുത്ത മെസ്സേജ് ആയിട്ട് വരുള്ളൂ.